കൃത്യമായ ചിത്രം മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും പറഞ്ഞു. ഈ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായി ജനങ്ങൾ ഇത്രയധികം പ്രതികരിച്ച ഒരു സമയത്ത് ആ പ്രതിഷേധവും പ്രതികരണവും തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ജനങ്ങൾ സമ്മാനിച്ച തുടർഭരണം അത് ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ച് തങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളത് തെളിയിച്ച ഒരു സർക്കാരിൻ്റെ പ്രവർത്തനമാണ് പിണറായി വിജയൻ്റെ തുടർഭരണത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ജനകീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്രദമാകുന്ന പദ്ധതികളിലോ ഒന്നും ശ്രദ്ധിക്കാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രം മുഖമുദ്രയാക്കി പോയ ഒരു സർക്കാരിനെതിരായി ജനങ്ങൾ ഇതുപോലെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് എന്ത് സവിശേഷതയാണുള്ളത്? ജനങ്ങൾക്ക് ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ അകത്ത് തന്നെയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് മാഹിയിൽ മത്സരിക്കുന്ന ഇടത് സ്വതന്ത്രൻ അഡ്വക്കേറ്റ് ടി അശോക് കുമാർ 5957 വോട്ടിന്റെ ലീഡർ അദ്ദേഹം വിജയിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ വോട്ടെണ്ണി കഴിഞ്ഞു. പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയിലെ ആണ് അദ്ദേഹത്തിന്റെ എതിർസ്ഥാനത്ത് രമേശ് പറമ്പത്തിനേക്കാൾ അദ്ദേഹം 6000-ഓളം വോട്ടുകൾക്ക് മുമ്പിലാണ് എന്നുള്ളതാണ്. രമേശ് പറമ്പത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അവിടെ BJP സ്ഥാനാർത്ഥിക്ക് കേവലം 5295 വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 293 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അഡ്വക്കേറ്റ് ടി അശോക് കുമാർ വിജയിച്ചതായി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും മാഹിയിലെ കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും ഇനിയും നമ്മൾ പോകേണ്ടത് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കും? NDA നേമത്ത് വിജയിക്കുമെന്നാണ് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ അപ്പോഴും വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന സ്ഥലമാണ്. അതുപോലെ കൊല്ലത്തെ ചാത്തന്നൂരും കോഴിക്കോട് നോർത്തും ഈ 4-5 മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതുപോലെ തൃശ്ശൂരിൽ മണലൂരിൽ TN പ്രതാപൻ എന്ത് സംഭവിക്കും എന്നുള്ളതും വളരെ കൗതുകത്തോടെ കാണേണ്ടതാണ്.